ഞാൻ ഈ ബേറാപ്പിൾ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഈ ബേറാപ്പിൾ ഉണ്ടോ, ഇത് തണ്ടിന് ഇത്തിരി ബലക്കുറവ്, ചെവിടിനൊക്കെ ഇത്തിരി ബലക്കുറവ് പോലെയാണ്. ഇതാ ഇങ്ങനെ അങ്ങ് വീഴും. എനിക്ക് തോന്നുന്നത് ചാരി നിർത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് വേണം ഇതിനെ ഒന്ന് ചേർത്ത് നിർത്തി മരമാക്കാൻ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് ബലം കിട്ടാണ്ട് ഇങ്ങനെ ചരിഞ്ഞ് വളർന്ന് താഴോട്ട് വരും. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ നല്ല ബലം കിട്ടി വരുമെന്ന് നമുക്കറിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാ നിറച്ചും പൂത്തിട്ടിങ്ങനെ കായിട്ട് തുടങ്ങി. കായൊക്കെ കുറച്ചൊക്കെ അധികം അങ്ങ് പോവും കേട്ടോ. അധികം അങ്ങനെ പിടിച്ച് കിട്ടാറില്ല, എന്നാലും പിടിക്കും. ഒത്തിരി അങ്ങോട്ട് പിടിക്കത്തില്ല. ഇതുണ്ടോ, സൂര്യപ്രകാശം തട്ടുന്നിടത്താണ് ഇത് അധികവും പിടിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പൂവൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നല്ല ബലം എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന സ്ഥലത്തോട് ചേർത്ത് ഈ ബേറാപ്പിൾ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന സ്ഥലത്തോട്ട് ഇതിനെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ അതുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ താഴത്തെ മരത്തിന് ഇത്ര ബലമുണ്ട്, എന്നാലും അതിങ്ങനെ ചരിഞ്ഞു പോയേക്കാണ്. നമ്മളിങ്ങനെ കമ്പൊക്കെ വെച്ച് കെട്ടി കയറൊക്കെ വെച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, വെരിഗേറ്റഡ് പേരയ്ക്ക പൂത്തൊക്കെ വരുന്നുണ്ട്. കണ്ടോ, എൻ്റെ ഇല തന്നെ കാണാൻ നല്ല രസമല്ലേ. അതിൻ്റെ ഇല പോലെ തന്നെയാണ് അതിൻ്റെ പേരയ്ക്ക പിടിച്ച് വരുന്നത്. കണ്ടോ, അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവമാണ്. ഒത്തിരി വലുതാകത്തില്ല ഈ പേരയ്ക്ക. നമ്മളീ കാണുന്നത് കിലോ പേരയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് കിലോ പേരയാണേ. ഈ കിലോ പേര വലുതായി വന്നതാണ് ഫസ്റ്റ് ടൈം പിടിച്ചപ്പോൾ. ഇപ്പോൾ കണ്ടോ, എന്തൊക്കെയോ കേടായ പോലെ ഇങ്ങനെ. ഇവിടെ ഒരു വലുത് നിൽപ്പുണ്ട്, അത്യാവശ്യം ഇച്ചിരി വലുത്, പക്ഷെ അതിൽ നിറച്ചും ഇങ്ങനെ കേടായി പോകുന്നുണ്ട്. കണ്ടോ, ഈ പേരയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ കേടായി പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നൊരു വിഷമമുണ്ട് കേട്ടോ. നമ്മൾ ആശിച്ച് മോഹിച്ച് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ കേടായി പോകുന്നുണ്ട് പേരയ്ക്ക. എന്താണെന്നറിയില്ല, മിക്കതിലും ഇതുപോലെ ഉണ്ട്. നമ്മുടെ ചുമന്ന നെല്ലിക്ക മരമാണ് കേട്ടോ. ഇത് ചെറിയ മരമാണ്. ഇതുണ്ടോ, ഇതിനകത്ത് പിടിച്ച് വരുന്നുണ്ട്. രൂപിക്ക എന്നൊക്കെ പറയുന്ന ചുമന്ന ഒരു തരം നെല്ലിക്ക മരമാണ്.